Ummy's Tasty Hut. അസ്സലാമലൈക്കും. ഇന്ന് ഞാനിവിടെ റംലാൻ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമൂസയുടെ റെസിപ്പിയാണ്. സമൂസ ഷീറ്റൊന്നും ഉണ്ടാക്കാതെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ സമൂസ റെഡിയാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് അതോടൊപ്പം വരുന്നൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നാൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഞാനിപ്പോൾ ഇവിടെ സമൂസയുടെ മാവ് തയ്യാറാക്കാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കണം. വെജിറ്റബിൾ ഓയിലിനേക്കാളും കൂടുതൽ നല്ലത് ഡാൽഡ മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നതാണ്. അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കരുത്, അപ്പോൾ അത്ര ക്രിസ്പി ആയി കിട്ടൂല സമൂസ. ഇനി ഇത് കൈ കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പും ഓയിലും ഒക്കെ ഒന്ന് നന്നായി മിക്സായി വരണം. ഇനി ഇത് കുറേശ്ശെ വെള്ളം ചേർത്ത് നമ്മൾ സാധാരണ മാവ് തയ്യാറാക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുക്കുക. ലൂസായി പോവാതെ നോക്കണം. മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ബോൾസ് ആക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെറിയ ചെറിയ സമൂസയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് ചെറിയ ബോൾസ് ആക്കിയാണ് എടുക്കുന്നത്. ഒരു ബോൾസിൽ നമുക്ക് 3 സമൂസ ഉണ്ടാക്കാം. ഇതിപ്പോൾ 8 ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും നമുക്ക് പരത്തിയെടുക്കാം. നമ്മൾ സമൂസ ഷീറ്റ് ഉണ്ടാക്കാൻ പരത്തുന്നത് പോലെ അത്ര നേരിയതായി പരത്തിയെടുക്കേണ്ട, അതിനേക്കാളും കുറച്ചൊരു കട്ടി കൂട്ടി വേണം പരത്തിയെടുക്കാൻ. എന്നാൽ കൂടുതൽ കട്ടിയും ആയിപ്പോവരുത്. പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 3 കട്ട് ചെയ്തെടുക്കണം. കത്തി വെച്ച് ഇതുപോലെ 3 കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നിന്ന് ഒരു ഭാഗം, സൈഡിലുള്ള ഭാഗമാണെങ്കിൽ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സാധാരണ സമൂസ ഉണ്ടാക്കാൻ ചെയ്യുന്നത് പോലെ തന്നെ മടക്കിയെടുക്കുക. ഇതിപ്പോൾ മൈദ വെച്ച് ഒട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം ആ നടുവിലുള്ള അടിഭാഗം ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ മൈദ മാവ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയല്ലേ ചെയ്യുക. വാട്ടിയെടുക്കാത്തതായതുകൊണ്ട് ഇത് പെട്ടെന്ന് ഒട്ടിക്കിട്ടും. കൈകൊണ്ട് ഇതുപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഈ നടുഭാഗത്ത് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ മസാല മുമ്പേ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഫ്രീസറിൽ. കഴിഞ്ഞ ദിവസം ഈ മസാലയുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. നല്ല മസാലയാണിത്. ഒട്ടുമിക്ക സ്നാക്സിനും നമുക്ക് ഈ മസാല ഉപയോഗിക്കാം. റോള്, അതുപോലെ സമൂസ, അങ്ങനെ ഒട്ടുമിക്ക സ്നാക്സിനും നമുക്ക് എടുക്കാം. ഇനി നമുക്ക് മസാല നിറച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല നിറച്ച് കൊടുക്കാം. ചിക്കൻ മസാല, ബീഫ് മസാല, അതുപോലെ വെജിറ്റബിൾ മസാല ഒക്കെ നിറച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ സമൂസക്ക് മടക്കുന്നത് പോലെ തന്നെ മടക്കിയെടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. മൈദ മാവിൻ്റെ ഒന്നും ആവശ്യമില്ല, വാട്ടാതെ എടുക്കുന്നത് കൊണ്ട്. ഇതുപോലെ ഓരോന്നും റെഡിയാക്കി എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എല്ലാ സമൂസയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പാനിലിട്ടൊന്ന് വാട്ടിയെടുക്കണം. പാന് നന്നായി ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ചെറുതാക്കി കൊടുക്കുക. എന്നിട്ട് ഇത് ഓരോന്നായി ഇട്ട് കൊടുക്കുക. ചെറിയ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ. ഒന്നോ രണ്ടോ മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചു മറിച്ചിട്ട് ഇത് നന്നായി വാട്ടിയെടുക്കുക. കരിഞ്ഞു പോവാതെ നോക്കണം. നല്ല വെള്ളമൊക്കെ നന്നായി ആറി വരുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കുക. പെട്ടെന്ന് റെഡിയാവും ഇത്. ഇതുപോലെ വാട്ടിയെടുത്ത് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
ഇതിപ്പോൾ ഇങ്ങനെ വാട്ടിയെടുക്കുമ്പം ഹാഫ് കുക്കായി കിട്ടും, മാത്രമല്ല നല്ല ക്രിസ്പി ആയി കിട്ടും സമൂസ. നമ്മൾ വേറെ ഷീറ്റ് വാട്ടിയെടുക്കാനൊന്നും നിൽക്കണ്ട, പെട്ടെന്ന് റെഡിയാക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ള സമൂസയും നമുക്ക് ചെയ്തെടുക്കാം. ഇനി ചൂടായ എണ്ണയിലിട്ട് വറുത്ത് കോരാം. ഓരോന്നായി നമുക്ക് ഇട്ട് കൊടുക്കാം. ഹാഫ് കുക്ക് ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടും. അധികം വേവൊന്നും ഇല്ലല്ലോ, പെട്ടെന്ന് റെഡിയായി കിട്ടും. സാധാരണ ഷീറ്റ് വെച്ച് ഉണ്ടാക്കുന്നത് പോലെ തന്നെ നല്ല ക്രിസ്പിയാണ് ഈ സമൂസ. ഒരു വശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്ത് രണ്ട് വശവും മുരിച്ചെടുക്കുക. സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള സമൂസയും കൂടി വറുത്തെടുക്കാം. അപ്പോൾ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സമൂസയാണിത്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമല്ലേ. ഇതുപോലെ ചെയ്താൽ നമുക്ക് കുറേ ടൈമൊന്നും കളയണ്ട, പെട്ടെന്ന് സമൂസ റെഡിയാക്കാം. അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാൻ കഴിഞ്ഞ റമദാനിനും അല്ലാതെയും ഒക്കെ കുറേ സ്നാക്സിൻ്റെ റെസിപ്പി മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയൊരു റമദാൻ സ്പെഷ്യലുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു.